ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുടക്കക്കാരനാണ്, ബിഗിനർ ആണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിപ്പോൾ ബിഗിനർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അങ്ങനത്തെ ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡിന്റെ മെയിൻ ആയിട്ട് കുറച്ച് ടേംസ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ അതായത് നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് കാർഡിൽ എടുക്കുമ്പോൾ നമുക്ക് കുറെ ബാങ്കിങ് ടേംസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 90% നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് എന്താണ്, അത് എങ്ങനെ യൂസ് ചെയ്യാം, അത് എന്താണ് സംഭവം, അതൊക്കെ നിങ്ങൾക്ക് അറിയിട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ടേംസ് ഓഫ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓഫ് ക്രെഡിറ്റ് കാർഡാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് ലിമിറ്റ് ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുന്ന ഒരു ലിമിറ്റാണ് ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു ലോണൊക്കെ എടുക്കില്ലേ, ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലോൺ തന്നെയാണ്, റിവോൾവിംഗ് ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിങ്ങനെ ഓരോ മാസം ഇങ്ങനെ തിരിച്ചടച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോൺ തന്നെയാണ് കാർഡ് ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇൻകമും അതുപോലെ തന്നെ നമ്മുടെ സിബിൽ സ്കോറും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തീരുമാനിക്കുക. നോർമലി നമ്മുടെ മെജോറിറ്റി ഇവർ ആക്ച്വലി ബാങ്കിങ്ങിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഡബിളോ ട്രിപ്പിളോ ഒക്കെയാണ് നോർമലി ഒരു കൊടുക്കാറ്. ഇപ്പോൾ നമുക്ക് 50,000 സാലറി എങ്കിൽ നമുക്ക് നോർമലി 1 lakh അല്ലെങ്കിൽ 1,50,000 ഒക്കെയാണ് കിട്ടാറ്. അതാണ് ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് നമുക്ക് ആ ലിമിറ്റ് വരെ നമ്മുടെ കാർഡിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൽ 1 ലക്ഷത്തിന്റെ ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് വരെ വാങ്ങിക്കാം, അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ യൂസേജ് വരെ ആ കാർഡ് കൊണ്ട് നടത്താം. അതാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബില്ലിംഗ് സൈക്കിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി പണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ വീട്ടിട്ടുണ്ടായിരുന്നു. ബില്ലിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂ ഡേറ്റും ഉണ്ട്. എല്ലാ കാർഡുകളിലും നോക്കിക്കഴിഞ്ഞാൽ 48 days to 50 days ആണ് ടോട്ടൽ വരിക. അതിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ നമ്മളൊരു കാർഡ് എടുത്തു. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വൺ കാർഡിന്റെ ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 16-ാം തീയതിയാണ്, ഇന്നലെ. അപ്പോൾ ഞാനത് മാറ്റിയിടാന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ എക്സാമ്പിൾ പറയണം. അപ്പോൾ ബില്ലിംഗ് ഡേ എന്ന് പറയുന്നത് 16-ാം തീയതി വിചാരിക്കുക. അത് ചിലപ്പോൾ അത് ഒരു ഫിക്സഡ് ഡേറ്റ് ആണ്. നമുക്ക് എപ്പോൾ കാർഡ് എടുത്തു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മെജോറിറ്റി ക്രെഡിറ്റ് കാർഡ് കമ്പനികളും നമ്മുടെ ഒരു മന്തിന്റെ ഒരു മിഡിൽ സെക്ഷനിലാണ് ഈ ബില്ലിംഗ് ഡേറ്റ് കൊണ്ടുവയ്ക്കുക. ഇപ്പം നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഒരു 6 മാസത്തിൽ ഒരിക്കൽ നമുക്ക് മാറ്റാനൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബില്ലിംഗ് ഡേറ്റ്, അപ്പോൾ നമ്മൾ ഇന്നലെ എൻ്റെ ബില്ല് ജനറേറ്റ് ആയി, അതിനുശേഷം നമുക്കൊരു 20 ദിവസം എക്സ്ട്രാ കിട്ടും ബില്ലടയ്ക്കാൻ. അതാണ് ഡ്യൂ ഡേറ്റ്. അതായത് നമുക്കിപ്പോൾ 2-ാം തീയതി, അടുത്ത മാസം 2-ാം തീയതി ആയിരിക്കും നമ്മുടെ ഡ്യൂ ഡേറ്റ്. അതായത് നമ്മളെ 2-ാം തീയതിക്കുള്ളിൽ നമ്മൾ ബില്ലടയ്ക്കണം. അപ്പോൾ ടോട്ടൽ 20 ദിവസം കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് 16, അപ്പോൾ ആ 16 തൊട്ട് അടുത്ത 16 വരെ, ഇനി ഇപ്പോൾ ഈ ബില്ല് ഡേറ്റ് 16-ാം തീയതി, ഇനി അടുത്ത 16-ാം തീയതിയാണ് നമുക്ക് അടുത്ത ബില്ല് ജനറേറ്റ് ആവുക. അപ്പോൾ 30 days ആയില്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് 20 ദിവസം കിട്ടി. അങ്ങനെ ടോട്ടൽ 50 days അല്ലെങ്കിൽ 48 days ഒക്കെയാണ് നമുക്ക് ബില്ലിംഗ് സൈക്കിൾ വരുന്നത്. അതെല്ലാം കൊടുക്കാനും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂ ഡേറ്റ് ആണ്, അത് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ആനുവൽ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ്റനൻസ് ചാർജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്നൊക്കെ പറയാം. നമ്മുടെ ഇപ്പോൾ ഡെബിറ്റ് കാർഡിന് സംഭവം ഉള്ളതാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് പറയുന്നതല്ല. നമുക്ക് നമ്മൾ ഇപ്പോൾ ബാങ്കിൻ്റെ അത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനൊരു ചാർജ് ഉണ്ട്, ഒരു സർവീസ് ചാർജ് എന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുന്നതിന് എല്ലാ കൊല്ലവും കൊടുക്കുന്ന ഒരു ചാർജിനാണ് ആനുവൽ ഫീസ് എന്ന് പറയാം കേട്ടോ. പിന്നെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇൻകമും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ. അത് ഡിപ്പെൻസ് ആണ് നമുക്ക് ലോണും ക്രെഡിറ്റ് സ്കോറൊക്കെ ബാങ്കുകൾ തരിക. അപ്പോൾ അത് 300-നും 900-നും ഇടയിലാണ് വരിക. അതിൽ നിങ്ങൾക്ക് 900-ന് ഏറ്റവും അടുത്ത് വരുന്നത് അത് ബെസ്റ്റ് ആണ്. 300 എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 750 അബോ ഉണ്ടാവാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. അതായത് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടാകുമ്പോൾ വേറെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലോണൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറഞ്ഞു കിട്ടും. അതൊരു പെട്ടെന്ന് കിട്ടാനും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ക്രെഡിറ്റ് സ്കോറിന്. പിന്നെ വരുന്നതാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കഴിക്കുമ്പോൾ എല്ലാ ലോൺ എടുക്കുമ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇതിന് ക്രെഡിറ്റ് കാർഡിന് നമുക്ക് എപ്പോഴും വെറുതെ ചുമ്മാ പർച്ചേസ് ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ആ ഉപയോഗിച്ച എമൗണ്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരും. അല്ലെങ്കിൽ നമ്മൾ EMI എടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരും. അല്ലാണ്ട് നോർമലി ഇൻട്രസ്റ്റ് റേറ്റും സംഭവമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഓവർ ലിമിറ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ 1 ലക്ഷമാണ് ലിമിറ്റ് കിട്ടിയിരിക്കുക. നമ്മൾ നോർമലി ബാങ്കുകൾ ഒരു 25% എക്സ്ട്രാ ഓഫ് ദ ലിമിറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ബാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ 1 ലക്ഷത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു എക്സ്ട്രാ ചാർജ് കൊടുക്കുന്നതിനാണ് ഓവർ ലിമിറ്റ് ചാർജ് എന്ന് പറയാം കേട്ടോ. അത് ശരിക്കും ആക്ച്വലി നല്ലതല്ല, സിബിൽ സ്കോറിന്റെ സംഭവത്തിനുള്ള ക്രെഡിറ്റ് ഹെൽത്തിനൊന്നും നല്ലതല്ല നമ്മുടെ ഓവർ ലിമിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. ഇതിൽ ഞാൻ മിസ് ഔട്ട് ചെയ്തതെന്ന് പറയുന്നത് ജോയിനിങ് ഫീസ് ആണ്. നമ്മൾ ആനുവൽ ഫീസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ജോയിൻ ചാർജ് കൊടുക്കുക. അതുപോലെ തന്നെ അത് ഡിപ്പെൻസ് ഓൺ കാർഡാണ്. ചിലത് നമുക്ക് ജോയിനിങ് ചാർജ് ഇല്ലാണ്ട് കിട്ടും, ചിലത് നമുക്ക് ഫ്രീ കാർഡ് കിട്ടും, അതിന് ആനുവൽ ചാർജും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ എന്താ പറയുക ക്രെഡിറ്റ് കാർഡിന്റെ ടേംസുകൾ വരുന്നത്. അപ്പോൾ അത് വേറെ ഒന്നും മിസ് ഔട്ട് ചെയ്തിട്ടില്ല വിചാരിക്കുന്നു.
വേറെ ഒന്നും മെയിൻ ബട്ടൺ സംഭവമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി JHH വേൾഡ് കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ.